പാർലമെന്റിലും നിയമസഭയിലും വോട്ടിനും പ്രസംഗത്തിനും കോഴ വാങ്ങുന്നത് ക്രിമിനൽ കുറ്റമെന്ന സുപ്രീം കോടതി 1998 ഭരണഘടനാ ബെഞ്ച് റൂളിംഗ് റദ്ദാക്കി എംപിമാർക്കും എംഎൽഎമാർക്കുമുള്ള പ്രത്യേക പരിരക്ഷ കൈക്കൂലി കേസിൽ ബാധകമല്ല. വിചാരണയിൽ നിന്ന് ഒഴിവാക്കുന്നത് തെറ്റായ സന്ദേശം നൽകുമെന്നും ഏഴംഗ ബെഞ്ചിന്റെ വിധി. ഐസൻ ജോസുണ്ട് വിവരങ്ങളുമായി. ഐസൻ, ഇപ്പോൾ എനിക്ക് തോന്നുന്നു രണ്ട് മാസങ്ങൾക്ക് മുൻപാണ് പാർലമെന്റിൽ മുഹുവ മൊയ്ത്രയുടെ വലിയ വിവാദം ഉയർന്നു വന്നത് ചോദ്യത്തിന് കോഴ കേസുമായി ബന്ധപ്പെട്ട. അതുമായി എന്തായാലും ഇതിനെ വളരെ വേഗം റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. ആ കേസും നടപടികളുമൊക്കെ കോടതിയുടെ പരിഗണനയിലാണ്, മറ്റ് ഏജൻസികളൊക്കെ അന്വേഷിക്കുകയാണ്. എങ്ങനെ നോക്കിക്കാണാം സുപ്രീം കോടതിയുടെ ഈ വിധിയെ? തീർച്ചയായും ഉമേഷ്, സുപ്രീം കോടതിയുടെ ഈ വിധി നിലവിൽ ഇത്തരത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളിൽ നേരിട്ട് തന്നെ സ്വാധീനിക്കുന്ന ഒരു ഫാക്ടർ ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം സുപ്രീം കോടതിയുടെ ഒരു റൂളിംഗ് ആയിരുന്നു 1998 അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചിൻ്റെ മൂന്നിൽ രണ്ട് അംഗങ്ങളുള്ള ഭൂരിപക്ഷ പ്രകാരമുണ്ടായ ഒരു റൂളിംഗ് ആയിരുന്നു ഇന്ന് സുപ്രീം കോടതിയുടെ ഏഴംഗ ഭരണഘടനാ ബെഞ്ച് റദ്ദാക്കിയത്. ഈ റൂളിങ്ങിന് അടിസ്ഥാനമായ വിഷയം ജെഎംഎം ജാർഖണ്ഡ് മുക്തി മോർച്ച കോഴ കേസാണ്. വോട്ടിന് കോഴ വാങ്ങിയ കേസിനുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് അത്തരമൊരു റൂളിംഗ് ഉണ്ടായത്. ഈ റൂളിങ്ങിനെ അടിസ്ഥാനപരമായി മാറിയത് ഭരണഘടനയുടെ ആർട്ടിക്കിൾ 105, ആർട്ടിക്കിൾ 194 എന്നീ അനുച്ഛേദങ്ങളാണ്. ഈ രണ്ട് അനുച്ഛേദങ്ങളും വോട്ട് ചെയ്യാൻ സ്വതന്ത്രമായി പാർലമെൻറ്റിലും നിയമസഭയിലും അംഗങ്ങൾക്ക് വോട്ട് ചെയ്യാനുള്ള പ്രിവിലേജ് നൽകുകയും അതുപോലെ തന്നെ പ്രസംഗിക്കാനും അല്ലെങ്കിൽ അഭിപ്രായം പറയാനുമുള്ള പ്രിവിലേജ് നൽകുകയും ചെയ്യുന്ന അനുച്ഛേദങ്ങളാണിത്. ഈ അനുച്ഛേദങ്ങളുടെ 94(2) അതുപോലെ തന്നെ 105(2) എന്നീ അനുച്ഛേദങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിലുള്ളൊരു പ്രിവിലേജ് പാർലമെൻറ്റിനകത്ത് എംപിമാർക്കും അതുപോലെ തന്നെ നിയമസഭയ്ക്കകത്ത് എംഎൽഎമാർക്കും ലഭിക്കുന്നു എന്നത് ഒരു ജനാധിപത്യ സംരക്ഷണത്തിൻ്റെ ഭാഗമായി, ജനാധിപത്യത്തിൽ വ്യക്തമായ തെളിവുകളോ അല്ലെങ്കിൽ ഇത്തരത്തിൽ ആരോപണം ഉന്നയിക്കുന്ന വസ്തുതകൾ ഹാജരാക്കുന്നതിനുള്ള പരിമിതികളോ എല്ലാം തന്നെ ആ ജനാധിപത്യ നടത്തിപ്പിനെ പ്രതികൂലമായി ബാധിക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ് പാർലമെൻറ്റിൻ്റെ അകത്ത് ഇത്തരത്തിലുള്ള പ്രിവിലേജുകൾ നൽകിയിരിക്കുന്നത്. ആ പ്രിവിലേജ് കോഴയ്ക്ക്, അതായത് ഈ ചോദ്യം ചോദിക്കുന്നതിനുൾപ്പെടെയുള്ള വിഷയങ്ങളിൽ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ അഭിപ്രായം നിലപാടുകൾ അറിയിക്കുന്നതിന് ഒക്കെ വേണ്ടി ആ പണം മറ്റുള്ളവരിൽ നിന്ന് വാങ്ങുന്ന ഒരു കാര്യം തീർച്ചയായും അത് കോഴ തന്നെയാണ്. കോഴയെ കോഴയായി തന്നെ വ്യാഖ്യാനിക്കേണ്ടി വരും. അല്ലാതെ കോഴയായി വ്യാഖ്യാനിക്കപ്പെടുന്ന ഒരു വിഷയത്തെ പ്രിവിലേജിൻ്റെ പരിധിയിൽ കൊണ്ടുവരാനാകില്ല എന്നാണ് സുപ്രീം കോടതിയുടെ വിധി ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായും നേരത്തെ ഉമേഷ് ചോദിച്ചതുപോലെ മുഹുവ മൊയ്ത്രയുടെ കേസിൽ തീർച്ചയായും ആ കേസ് വരികയാണെങ്കിൽ, അതായത് കോടതിയിലെത്തുകയാണെങ്കിൽ, നിലവിലത് അന്വേഷണത്തിലിരിക്കുകയാണ്. അത്തരത്തിലുള്ള എത്തിക്സ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് മാത്രമാണുള്ളത്. നടപടികളുണ്ടായിട്ടുണ്ട്, പാർലമെൻ്ററി നടപടികളുണ്ടായിട്ടുണ്ട്. പക്ഷേ അതൊരു കോഴയായി CBI അന്വേഷണം നടക്കുന്ന ഒരു സാഹചര്യത്തിൽ ആ CBI അന്വേഷണം നടക്കുമ്പോൾ കുറ്റപത്രം വരികയാണെങ്കിൽ സ്വാഭാവികമായും മുഹുവ മൊയ്ത്ര ഉൾപ്പെടെ എടുത്തുപയോഗിക്കാൻ സാധ്യതയുണ്ടായിരുന്ന 98 റൂളിംഗ് ആണ് ഇപ്പോൾ റദ്ദാക്കപ്പെട്ടിരിക്കുന്നത്. തീർച്ചയായും അത്തരത്തിലൊരു റൂളിംഗ് നിലനിൽക്കുമ്പോൾ ഭരണഘടനയുടെ ജനാധിപത്യപരമായ സ്വഭാവം നിലനിർത്തുന്നതിന് വേണ്ടി നൽകിയ പ്രിവിലേജുകളെ ദുർവ്യാഖ്യാനം ചെയ്യുന്നതിൽ നിന്നും ഒഴിവാക്കുക. അത് കൈക്കൂലി ഒരു മനുഷ്യാവകാശ ലംഘനം എന്ന് പോലും ആഗോളതലത്തിൽ വ്യാഖ്യാനിക്കപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായും മനുഷ്യാവകാശ ലംഘനം തന്നെയാണ്. കാരണം നീതിയുക്തമായ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നതിനും അല്ലെങ്കിൽ അതിലെന്തെങ്കിലും മറ്റു നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതിനുമാണ് കൈക്കൂലി പ്രായോഗികമായും പ്രയോജനപ്പെടുത്തുന്നത്. അതുപോലെ ഈ കൈക്കൂലി മനുഷ്യാവകാശ പ്രശ്നം പോലുമാണെന്ന നിർവചനം നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ, ലോകം മുഴുവൻ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ കൈക്കൂലിയെ അംഗീകരിക്കാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് വളരെ കൃത്യമായി സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. ഭരണഘടനയുടെ അനുച്ഛേദങ്ങൾ നൽകുന്നത് ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന, ഭരണഘടനയുടെ പീഠികയിലും അതുപോലെ തന്നെ ഭരണഘടനയുടെ നിർദ്ദേശക തത്വങ്ങളിലും മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ പ്രായോഗികവൽക്കരിക്കുന്നതിനും അത് ജനങ്ങൾക്ക് ഗുണമാകുന്നതിനും വേണ്ടിയുള്ള ജനാധിപത്യത്തിൻ്റെ വളർച്ചയ്ക്കും വേണ്ടിയാണ്. അതിൻ്റെ ചില നേട്ടങ്ങൾ അല്ലെങ്കിൽ ചില പ്രിവിലേജുകൾ ദുർവ്യാഖ്യാനം ചെയ്ത് കൈക്കൂലി കേസിനും അതുപോലെ തന്നെ ക്രിമിനൽ കുറ്റകൃത്യങ്ങൾക്കും ഒരു മറയാക്കാൻ സാധിക്കില്ല എന്ന വലിയൊരു സന്ദേശം കൂടിയാണ് ഇന്ന് സുപ്രീം കോടതി വിധിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. കോടതി ചെയ്യുന്ന ചില പരാമർശങ്ങൾ കൂടി നടത്തി. ഇത്തരം പ്രത്യേക പ്രിവിലേജ് എംഎൽഎമാർക്കും എംപിമാർക്കും ലഭിക്കുന്ന ഇത്തരം പ്രത്യേക പ്രിവിലേജുകൾ അത് പലപ്പോഴും ഇത്തരത്തിൽ തെറ്റായ രീതിയിലേക്ക് വ്യാഖ്യാനിക്കപ്പെടും, തെറ്റായ രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. നേരത്തെ തുടക്കത്തിൽ ആമുഖത്തിൽ സൂചിപ്പിച്ച പോലെ മുഹുവ മൊയ്ത്ര കേസിലും ഇത് തന്നെയാണ്. പലപ്പോഴും ഈ തൃണമൂൽ നേതൃത്വമൊക്കെ പലപ്പോഴും പാർലമെൻറ്റിൽ വന്ന് അവതരിപ്പിച്ചതും അത്തരത്തിൽ തന്നെയായിരുന്നു. അത് ചോദിച്ചതുമായി ബന്ധപ്പെട്ടത് സ്വന്തം അവകാശമാണ് അല്ലെങ്കിൽ ഒരു പാർലമെൻറ്റ് അംഗത്തിന് ലഭിക്കുന്ന അവകാശമാണെന്നൊക്കെ ന്യായീകരണം പറയുന്നു. അത്തരം ന്യായീകരണങ്ങൾക്കും അത്തരം ഒരു സാങ്കേതികത്വത്തിനും ലഭിച്ച കൃത്യമായ മറുപടി കൂടിയാണ് കോടതിയുടെ ഇടപെടൽ. അങ്ങനെ കൂടി വ്യാഖ്യാനിക്കും അല്ലേ? തീർച്ചയായും അതുതന്നെയാണ് കോടതി ഇക്കാര്യത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് ഭരണഘടന അനുശാസിക്കുന്ന അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ജനാധിപത്യ മൂല്യങ്ങൾ അനുശാസിക്കുന്ന ആ തത്വങ്ങളിൽ നിന്നും വ്യതിചലിക്കാനുള്ള ചില മാനദണ്ഡങ്ങളായി അല്ലെങ്കിൽ ചില രൂപകങ്ങളായി ഈ ഇത്തരത്തിലുള്ള നീക്കങ്ങളെ ഏറ്റെടുക്കുന്ന ഒരു രീതിയെ അംഗീകരിക്കാനാവില്ല എന്ന് കുറെ കൂടെ കൃത്യവും വ്യക്തവുമായ ഭാഷയിൽ തന്നെ കൃത്യമായി സുപ്രീം കോടതി പറയുകയും ചെയ്തു. ഇത് ഒരു തെറ്റിനെ അംഗീകരിക്കാൻ സാധ്യമാകുന്ന ഒരു സാഹചര്യമല്ല ഈ ഭരണഘടനയുടെ അനുച്ഛേദങ്ങളെ വ്യാഖ്യാനിക്കുമ്പോൾ ഉണ്ടാക്കേണ്ടത്. സ്വാഭാവികമായും നമുക്കറിയാവുന്നതാണ്
എന്നുള്ളതാണ്. ഭരണഘടനയുടെ ഈ 2 അനുച്ഛേദങ്ങളും, വോട്ടിംഗ് റൈറ്റും അതുപോലെ തന്നെ എക്സ്പ്രഷൻ റൈറ്റും, അഭിപ്രായം പറയുന്നതിനുള്ള റൈറ്റും ജനങ്ങൾക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തുന്നതിന്, അതായത് ജനാധിപത്യം മുന്നോട്ട് പോകുന്നതിനും രാജ്യത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കിനുമാണ് പ്രയോജനപ്പെടുത്തേണ്ടത്. എന്നാൽ അതൊരു തെറ്റ്, ഒരു കുറ്റകൃത്യം നടത്തി, കൈക്കൂലി പോലുള്ള കുറ്റകൃത്യം നടത്തിയാൽ അതിൽ നിന്നും രക്ഷ നേടുന്നതിന് ജനാധിപത്യത്തിന് വേണ്ടി രൂപീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു സംവിധാനത്തെ ദുരുപയോഗം ചെയ്യുന്നത് ജനാധിപത്യ വിരുദ്ധമായി മാറുകയും അത് ജനങ്ങൾക്ക് എഗെയിൻസ്റ്റായി മാറുകയും ചെയ്യുമെന്ന് സുപ്രീം കോടതി വളരെ കൃത്യമായി പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു തെറ്റിനെ അവകാശങ്ങളുടെ പേരിൽ അംഗീകരിക്കാനാവില്ല. ഒരു തെറ്റ് തെറ്റാണ്, അത് കൈക്കൂലി തന്നെയാണ്. അത് ഒരു തരത്തിൽ അംഗീകരിക്കുകയാണെങ്കിൽ സമൂഹത്തിന് നൽകുന്ന തെറ്റായൊരു സന്ദേശമുണ്ട്. അത് ജനങ്ങളിൽ നിന്നും പാർലമെൻറ്റ് അംഗങ്ങൾ അല്ലെങ്കിൽ ജനപ്രതിനിധികൾ അകലാനുള്ളൊരു സാധ്യതയിലേക്ക്, അല്ലെങ്കിൽ തങ്ങൾക്ക് വേണ്ടിയല്ല ജനപ്രതിനിധികൾ നിലകൊള്ളുന്നത് എന്ന ഒരു സൂചന പോലും യുവാക്കളിലും അതുപോലെ തന്നെ വളർന്നു വരുന്ന തലമുറയിലും ഉണ്ടാകുമെന്ന ഒരു ദുർവ്യാഖ്യാനം ഉണ്ടാകുമെന്ന ആ ഒരു സാഹചര്യം തന്നെയാണ് ഇത് റദ്ദാക്കാൻ പ്രേരിപ്പിച്ചതെന്നും സുപ്രീം കോടതി വളരെ കൃത്യമായി പറയുന്നുണ്ട്. ഉമേഷ്, ഐസൻ ജോസാണ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്.